തന്നെ ആക്രമിക്കുന്ന മോദി എന്തുകൊണ്ട് പിണറായിയെ തൊടുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി യുഡിഎഫിന്റെ ആലപ്പുഴ പ്രചരണ യോഗത്തിൽ ചോദിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെ ലൈംഗികാതിക്രമ കേസിൽ തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. കേസിനാസ്പദമായ കാരവൻ പോലീസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. വയനാടിനായി ആകെ 5.28 കോടി രൂപ പിരിച്ചു എന്ന കണക്ക് പുറത്തുവിട്ട് കോൺഗ്രസ്. ഭൂമി വാങ്ങാൻ 6.18 കോടി ചെലവായി. ഇനി 73 ലക്ഷം രൂപ രജിസ്ട്രേഷന് വേണം. കണക്ക് വിശദമാക്കുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല, ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആളുകളെ പിടിക്കുമെന്ന് പ്രധാനമന്ത്രി വാ തുറന്ന് പറയണമെന്ന് പത്തനംതിട്ട UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ആവശ്യപ്പെട്ടു. FCRAയിൽ ആശങ്കപ്പെടേണ്ടത് കള്ളന്മാർ മാത്രമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 80% മുകളിൽ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടവരല്ല FCRAയിൽ വരുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്തിന് ഭയക്കണം? സുരേഷ് ഗോപി ചോദിച്ചു. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ LDF ഇല്ലാതാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യഥാർത്ഥ ഇടതുപക്ഷം ഇപ്പോൾ ഇല്ല. ഇപ്പോഴുള്ളത് വർഗീയതയിൽ അടിസ്ഥാനമായ LDF ആണെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ ധാർഷ്ട്യമുള്ള നേതാവെന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ ചാനൽ ചോദ്യോത്തരത്തിൽ പറഞ്ഞു. UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയെ പാർട്ടി നേതാക്കൾ തീരുമാനിക്കുമെന്നും ഫാത്തിമ തെഹ്ലിയ പറഞ്ഞു. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സ്ഥാനാർത്ഥി അറിഞ്ഞതല്ല അനൗൺസ്മെന്റും MA ബേബി പറഞ്ഞു. ഇതേസമയം വർഗീയ വിഷം പരത്തുന്ന അനൗൺസ്മെന്റ് എന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പറഞ്ഞു. കൊല്ലത്ത് ഗുണ്ട ഓഫീസ് തുറക്കാൻ സ്ഥലത്തെ ഗുണ്ടകളുടെ കൂടിച്ചേരൽ. റിവോൾവർ ഉൾപ്പെടെ മാരകായുധങ്ങളുമായാണ് ഗുണ്ടകൾ കൂട്ടം ചേർന്നത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയും SDPI തീവ്രവാദ ശക്തിയുമാണെന്നും രണ്ടിൻ്റെയും വോട്ട് CPM-നും LDF-നും വേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഈ ശക്തികളോട് ഏറ്റുമുട്ടിയാണ് CPM ഇതുവരെ എത്തിയതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇറാനെ തകർത്തു എന്ന് പ്രഖ്യാപിച്ച ട്രംപിന് ഇരുട്ടടിയായി യുദ്ധവിമാനങ്ങളുടെ വാർത്ത. 2 സൈനിക വിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ട്. F-15 സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലുണ്ടായിരുന്ന ഒരു സൈനികനെ രക്ഷപ്പെടുത്തിയതായും മറ്റേയാൾക്കുള്ള തിരച്ചിൽ നടക്കുന്നതായും അമേരിക്ക തന്നെ അംഗീകരിച്ചു.